തിരികെ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിലെത്തിച്ചാണ് പരിശോധന. സ്വർണം പൂഴ്ച നടത്തിയ സ്മാർട്ട് ക്രിയേഷൻസിൽ തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, സ്വർണ്ണ കവർച്ചാ കേസിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ ചെന്നൈയിൽ എത്തിച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, മറ്റൊരു നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ബാംഗ്ലൂരിലെത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് വിധേയനാക്കിയിരുന്നു. മാത്രമല്ല സ്വർണവും കണ്ടെടുത്തിരുന്നു. ബെല്ലാരിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത്. ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണ്ണമായിരുന്നു കണ്ടെടുത്തത്. 400 ഗ്രാമിന് മുകളിൽ സ്വർണം ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗോവർദ്ധൻ അദ്ദേഹത്തിൻ്റെ ജുവലറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് തിരിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. ആദ്യം ബംഗളൂരിലും പിന്നീട് ചെന്നൈയിലും എത്തിച്ച് പരിശോധന നടത്തും. ഇനി ഹൈദരാബാദിൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് പരിശോധന നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് കട്ടളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ്. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വിശ്വസനീയമല്ലാത്ത വെളിപ്പെടുത്തലുകൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചോദ്യം ചെയ്യലാണ് സ്മാർട്ട് ക്രിയേഷൻസ് MD ആയിരുന്ന പങ്കജ് ഭാരത് അവിശ്വസനീയമായ ചില മൊഴികൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിയുള്ള തെളിവെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ എത്തിച്ച സ്വർണം അത് വേർതിരിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യം അന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് ഇല്ലായിരുന്നു എന്നായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിരുന്ന മൊഴി. ഇത് ശരിയാണോ എന്ന കാര്യം നേരത്തെ തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്നാൽ ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. മാത്രമല്ല ആദ്യം പറഞ്ഞത് 2019 സ്വർണം എത്തിക്കുമ്പോൾ സ്വർണ്ണപ്പാളികൾ എത്തിക്കുമ്പോൾ അത് വേർതിരിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യം ഇല്ലായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അവിടെ തന്നെയാണ് ഇത് വേർതിരിച്ചെടുത്തത് എന്ന് കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ഈ മൊഴികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ടെത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ CEO ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടി. രാജീവ് പറഞ്ഞതുപോലെ തന്നെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഈ സ്വർണ്ണപ്പാളി, അവിടെ ചെമ്പുപാളി, സ്വർണ്ണപ്പാളി അങ്ങനെയുള്ള ആ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. അവിടെ ഒരു തിരിമറി ക്രമക്കേട് നടന്നത് അവിടെ വെച്ചാണ് എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതിൽ ചില സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നാഗേഷ്, മന്ത്ര, സ്മാർട്ട് ക്രിയേഷൻസ് അങ്ങനെ പല പല പേരുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിലൊക്കെയും ഒരു സ്ഥിരീകരണം അതുകൊണ്ട് തന്നെ സുപ്രധാനമാണ് ഈ തെളിവെടുപ്പ്, അല്ലേ? തീർച്ചയായും സുരേഷ്, വളരെ സുപ്രധാനമായ തെളിവെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം അവിടെ എത്തിക്കുമ്പോൾ ആ സമയത്ത് സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം വേർതിരിക്കാനുള്ള വൈദഗ്ധ്യമില്ലായിരുന്നു. ഇതിനുശേഷം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയും അവിടെ മന്ത്രയിൽ വെച്ച് സ്വർണം വേർതിരിച്ചു എന്ന തരത്തിലുള്ള ഒരു മൊഴി ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നാണ് അത്തരമൊരു മൊഴി ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അത് ശരിയല്ലെന്ന് കണ്ടെത്തി. കാരണം കൂടുതൽ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ശേഷം വന്ന സ്വർണം ഇതിൻ്റെ കൂലിയായി സ്മാർട്ട് ക്രിയേഷൻസ് സ്വന്തമാക്കിയിരുന്നു. ആ സ്വർണം കണ്ടെടുക്കേണ്ടതും ഇനി അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യമാണ്. അതിനായുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടെ സ്മാർട്ട് ക്രിയേഷൻസും പങ്കാളിയായിട്ടുണ്ടോ എന്ന കാര്യം കൂടി നിലവിൽ അന്വേഷണ സംഘം വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയിരിക്കുന്ന മൊഴികളുടെ വൈരുദ്ധ്യമാണ് ഇതിന് ഏറ്റവും പ്രധാനമായ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള തിരുവനന്തപുരം സൈബർ പോലീസ് SI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ടെത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുക, അതിനുശേഷം തെളിവുകൾ പരമാവധി ശേഖരിക്കുക, സ്വർണം കണ്ടെത്തുക, അത്തരമൊരു നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ബംഗളൂരിലെത്തിച്ചും അത്തരമൊരു നീക്കമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. ഗോവർദ്ധൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന, അതായത് നേരത്തെ തന്നെ ഗോവർദ്ധനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഈ സ്വർണം താൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഗോവർദ്ധൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമാണ് ബോധ്രയിലെ അദ്ദേഹത്തിൻ്റെ ജുവലറിയിലേക്ക് എത്തുകയും ഈ സ്വർണം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. 400 ഗ്രാം
ഗ്രാമിന് മുകളിൽ സ്വർണം ഇവിടെ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന സ്വർണം അത് സ്മാർട്ട് ക്രിയേഷൻസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇത് വിറ്റിട്ടുണ്ടോ എന്ന കാര്യം കൂടി നിലവിൽ പരിശോധിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന് ഇതിലുള്ള പങ്കാണ്. കാരണം സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നതും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് സംബന്ധിച്ച വലിയ തരത്തിലുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അയച്ചത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ദുരൂഹതയും നിലനിൽക്കുകയാണ്. കാരണം ഉന്നത തരത്തിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. പുറത്തുവരുന്ന തെളിവുകൾ പരിശോധിച്ചാലും ആ രീതിയിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമാണോ ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധം? മുരാരി ബാബുവാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണം കൊടുത്തുവിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2024 കത്ത് നൽകിയിരിക്കുന്നത്. ഇതിന് സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ മറുപടി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാം എന്ന് പറഞ്ഞുകൊണ്ട് മുരാരി ബാബുവിന് തന്നെ കത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ളൊരു ഗൂഢാലോചന നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ മുരാരി ബാബുവിനും സ്മാർട്ട് ക്രിയേഷൻസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇനി ആർക്കൊക്കെ ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം. കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് അറിയാതെ, അതായത് 2019 ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഹൈക്കോടതിയും ഇത് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കട്ടളപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡിനെ കൂടി പ്രതിയാക്കിയിരിക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നത്. ഏതായാലും സ്മാർട്ട് ക്രിയേഷൻസുമായി ഈ ഒരു ബന്ധം സ്ഥാപിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയെന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായി തട്ടിപ്പ് നടത്തിയെന്ന് കരുതാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉന്നത ബന്ധങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി പരിശോധന നടത്തുന്നത്. മാത്രമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ ഇതിന് ആവശ്യമാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ SI സുൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ടീമിനെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഇത്തരമൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. ഇപ്പോൾ നിലവിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്തിയിരിക്കുന്ന സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി സുൽകുമാർ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ SI ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ മറ്റ് തെളിവുകൾ കൂടി ശേഖരിച്ച് 2 ദിവസമെങ്കിലും അവർ അവിടെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്, ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ചെന്നൈയിൽ എത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചെന്നൈയിൽ എത്തിച്ച് ഇപ്പോൾ പരിശോധന തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നിർണായകമായ ഇടപെടൽ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ആ രാജീവാണ് വിവരങ്ങൾ നൽകിയത്.